9 തിരുമേനിമാരും 34 അച്ഛന്മാരും ഉണ്ടായിരുന്നു. ആള് ചില്ലറക്കാരനല്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു അപ്പം കല്യാണമൊക്കെ ക്ഷേമമായിരുന്നായിരിക്കും അല്ലേ? ഇതിക്കുള്ള എങ്ങനെയാ അച്ഛാ ക്ഷേമമാക്കുന്നത്? അപ്പൊ ഞാൻ ചോദിച്ചാൽ മോനെ, ആ വിവാഹമൊക്കെ നല്ല ക്ഷേമമായിരുന്നു എന്ന് മനസ്സിലായി. പക്ഷെ വിവാഹ സമയത്ത് വായിച്ച ഏവങ്കേലിയോൻ ഏതാന്ന് ഓർക്കുന്നുണ്ടോ? ഏവങ്കേലിയോൻ എപ്പോ? ഏവങ്കേലിയോൻ എപ്പോന്ന്? ഇതാണ് അവന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ 2 മെഴുതിരിയൊക്കെ കത്തി അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. ആ സംഭവം ഉണ്ടായിരുന്നു. പക്ഷെ എന്റെ എന്തെല്ലാം കാര്യങ്ങളാണ് ക്രമീകരിക്കുന്നത്. അതിലേക്ക് ഇതൊക്കെ കേൾക്കാൻ പറ്റുമോ? അവൻ കേട്ടില്ല. ഇത്രയും വലിയ പ്രമുഖരായ ആളുകൾ നടത്തിയ വിവാഹമാണ്. പക്ഷെ അവൻ കേട്ടില്ല. ഏതെങ്കിലും കേട്ടില്ല. ഞാൻ പെൺകുട്ടിയെ നോക്കിട്ട് പറഞ്ഞു, നിനക്കൊന്നും ക്രമീകരിക്കണ്ടല്ലോ, ചുമ്മാ അവന് നിന്ന് കൊടുത്താ പോലെ. നീ കേട്ടായിരുന്നോ? അവള് പറയാ, ഞാൻ കേട്ടച്ച പക്ഷെ ശ്രദ്ധിച്ചില്ല. നീ എന്തായിരുന്നു ശ്രദ്ധിച്ചത്? ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു, കല്യാണം കഴിഞ്ഞാൽ കൊമളിക്ക് പോകണോ, കൊടൈക്കനാൽ പോകണോ, കുട്ടിക്കാനത്ത് പോകണോ, കൊമലത്ത് പോകണോ? അതാണ് അവരുടെ ചിന്ത. ഇതാണ് കുടുംബ ജീവിതത്തെ കുറിച്ച് നമ്മുടെ അറിവ്. വിവാഹ ജീവിതത്തെ സഭ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യമാണ്. എന്താ പഠിപ്പിച്ചത്? എന്താ വായിച്ചത്? വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കുടുംബം എന്താണെന്നും വിവാഹം എന്താണെന്നും വിവാഹത്തോടെ നമ്മളെ പരിമേൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങളാണെന്നും ഒക്കെ പറയുന്ന ഒരു വലിയ സുവിശേഷ ഭാഗം നമ്മളെ വായിപ്പിക്കുന്നുണ്ട് എല്ലാ വിവാഹ ഉദാശയിലും. പറയാമോ? വായിച്ചോ? അറിയാവുന്നവർ വായിച്ചോ? ഏതാ ആന്റി എടുത്ത? എഫേസ്യ ലേഖനമല്ലേ, സുവിശേഷം അല്ലല്ലോ. എഫേസ്യ ലേഖനം വായിക്കാറുണ്ട്, അത് ശരിയാണ്. പക്ഷേ അത് കഴിഞ്ഞാൽ ഉടനെ സുവിശേഷം വായിക്കും. ആർക്കെങ്കിലും പറയാമോ? പറയുന്നവർക്ക് ഞാൻ പണ്ടത്തെ സാർ പറഞ്ഞ ഒരു സമ്മാനം തന്നു. ഞാൻ കുറെ പുസ്തകങ്ങൾ കേട്ടിട്ട് പറഞ്ഞല്ലോ, എന്റെ ഒരു പുസ്തകം ഞാൻ അവർക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തേക്കാം. എഴുന്നേറ്റ് പറയുന്നവർക്ക് ഒറ്റ ചാൻസേ ഉള്ളൂ. മത്തായി സുവിശേഷം എത്ര? അല്ല, മിനിഞ്ഞാന്ന് കല്യാണം നടന്നവന് കാര്യം മനസ്സിലാകാതിരുന്നു. പിന്നെ നിങ്ങൾക്ക് എത്ര വർഷം കഴിഞ്ഞ് നിങ്ങളതൊക്കെ പണ്ടേ മറന്നുപോയി കാണും. സത്യമായിരിക്കും. അപ്പൊ ആർക്കും ഇല്ലല്ലേ? സമ്മാനം എന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ് 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. വായിക്കേണ്ട ഞാൻ തന്നെ പറഞ്ഞാണ്, നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ് എല്ലാ വിവാഹ ഉദാശയിലും വൈദികർ വായിക്കുന്ന വിശുദ്ധ ഏവങ്കേലിയോൻ. ഇനിയും മറന്നുപോകരുത്. അതിലാണ് നമ്മുടെ സഭയുടെ വിശ്വാസവും പഠിപ്പിക്കലും കർത്താവ് വിവാഹത്തെ ഒരു കുടുംബജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ അതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. ഇതിന്റെ തന്നെ ഒരു ഭാഗമാണ് മർക്കോസിന്റെ ശേഷം 11-ാം അധ്യായത്തിൽ കിടപ്പുണ്ട്. പക്ഷെ ഇതാണ് കുറച്ചൊരു ക്ലിയർ ആയിട്ടുള്ളത്. ഓക്കെ, അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. പരീശന്മാർ യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവനോട് ചോദിച്ചു, ഏത് കാരണം ചൊല്ലി സ്ത്രീയെ അഥവാ ഭാര്യയെ പിരിച്ചുവിടാൻ ന്യായമുണ്ടെന്ന് ചോദിച്ചു. അപ്പൊ വിവാഹം കഴിച്ചതിനു ശേഷം ഭാര്യയെ ഉപേക്ഷിക്കുവാനുള്ള കാരണം എന്തെങ്കിലും ഉണ്ടോ എന്ന് കർത്താവിനെ പരീക്ഷിച്ച് ചോദിച്ചു. കർത്താവ് എന്ത് പറഞ്ഞു? ആദിയിൽ ദൈവം ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും അതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും മറ്റ് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും അവർ ഇരുവരും ശരീരമായി തീരും നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് മേലാർ അവർ രണ്ടല്ല ഒരു ശരീരമാകുന്നു. ദൈവം സംയോജിപ്പിച്ചതിന് മനുഷ്യൻ വേർപെടുത്തരുത് എന്ന് പറഞ്ഞു. അപ്പോൾ പരീശന്മാർ വന്ന് ചോദിച്ചതാണ്, എന്ത് കാരണത്താൽ ഭാര്യയെ ഉപേക്ഷിക്കാം? കർത്താവ് പറഞ്ഞു, ആദിയിൽ ദൈവം ആണും പെണ്ണുമായി മനുഷ്യരെ സൃഷ്ടിച്ചുവെന്നും ആയതുകൊണ്ട് പുരുഷന്റെ പിതാവിനെയും മാതാവിനെയും വേണ്ടി ഭാര്യയോട് പറ്റിച്ചേരുമെന്നും അവർ ഇരുവരും ശരീരമായത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? എവിടെയാ? അതെവിടെയാ? ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 23-24 വാക്യങ്ങളിലാണ്. അവിടെ പറയുകയാണ്, ദൈവം ആദ്യം ഒരു മനുഷ്യനെ സൃഷ്ടിച്ചു. അവന്റെ പേര് ആദം എന്നായിരുന്നു. ആദം ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവത്തിന് തോന്നി. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് ദൈവത്തിന് തോന്നി. ഞാൻ അവന് പറ്റിയ ഒരു ഇണയെ കൊടുക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് ദൈവം താനുണ്ടാക്കിയ എല്ലാ ജീവജാലങ്ങളെയും മനുഷ്യന്റെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തി. അവൻ അതിൽ നിന്നും ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്നിനെ തന്റെ പങ്കാളിയാക്കി സ്വീകരിക്കുമെന്നാണ് ദൈവം പ്രതീക്ഷിച്ചത്. പക്ഷെ ഉറുമ്പ് മുതൽ ആന വരെയുള്ള എല്ലാ ജീവജാലങ്ങളും അതിൽ വന്നിട്ടും
മനുഷ്യൻ അതൊന്നും കൊണ്ട് തൃപ്തനായില്ല, ഒന്നിനെ പോലും തെരഞ്ഞെടുത്തില്ല. എന്തുകൊണ്ട് അവരെ ഒന്നും മനുഷ്യൻ തന്റെ ജീവിത സഖിയാക്കി തിരഞ്ഞെടുത്തില്ല? ദൈവം സൃഷ്ടിച്ച ഈ വലിയ പക്ഷിജാലങ്ങളെയും മൃഗജാലങ്ങളെയും മനുഷ്യന് മുമ്പിൽ കൊണ്ടുവന്നിട്ടും അതിനെ ഒന്നും മനുഷ്യൻ തന്റെ ഇണയായിട്ട് തുണയായിട്ട് തിരഞ്ഞെടുക്കാത്തതിന്റെ കാരണം എന്തായിരുന്നു? ഒരു ദിവസം രാവിലെ ഞാൻ ഇങ്ങനെ പത്രം വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഴയ ഒരു കാര്യം ഓർത്ത് അറിയാതെ അങ്ങ് ചിരിച്ചുപോയി. അപ്പൊ എന്റെ ഭാര്യ ഒന്ന് ചോദിക്കുക, എന്നാ മനുഷ്യനെ പത്രമായിട്ട് ചിരിക്കുന്നത്? പത്രത്തിൽ വലിയ തമാശയും കണ്ടാണോ? ഞാൻ പറഞ്ഞ പത്രത്തിൽ എന്തോ തമാശയായി. ഞാൻ പഴയ ഒരു കാര്യം ഓർത്തപ്പോൾ അറിയാതെ അങ്ങ് ചിരിച്ചു പോയതാണെന്ന് പറഞ്ഞു. ആഹാ, എന്നാ എന്നോട് പറയാം, ഞാനും കൂടെ ഒന്ന് സന്തോഷിക്കട്ടെന്ന്. ഓ, നിന്നോട് പറയാൻ പറ്റിയൊന്നും നല്ലൊരു നീ കേൾക്കണമെന്നു. ആ, ഓർക്കാനും ചിരിക്കാനൊക്കെ ഒത്തിരി കാണും. കാണും. എന്നെ നിനക്കിപ്പോ പറയുന്ന നിർബന്ധമുണ്ടോ? എന്റെ മനുഷ്യനെ നിങ്ങൾ ചിരിക്കുവോ കരയുവോ എന്നാ കാണിത്? നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുന്നവരുടെ ആളുകൾ വിചാരിക്കും നിങ്ങൾക്ക് അതാണ് പ്രശ്നം. എന്റെ വീട്ടിൽ നോക്കണം, നായകൻ പോയി ഞാനൊരു ദിവസം ചിരിച്ചു കാണിച്ചാൽ ഈ നായ ചോദിക്കും, അച്ഛോ ഇന്ന് ഭയങ്കര ഹാപ്പിയാണെന്ന്. ഒരു പട്ടി ചോദിക്കരുത്. താനെന്തിന് ചിരിക്കുന്നു, താനെന്തിന് കരയുന്നു, താനെന്തിന് നിരാശപ്പെടുന്നു, താനെന്തിന് ദേഷ്യപ്പെടുന്നു മനുഷ്യനെ എന്ന് എന്നോട് ചോദിക്കണമെങ്കിൽ എന്നെ പോലെ ഒരുത്തം വേണം. അതായിരുന്നു ആദത്തിന്റെ പ്രശ്നം. അവന്റെ ഉള്ളറിയാനും ഉള്ളത്തെ പ്രതിഫലിപ്പിക്കാനും പറ്റിയ ഒരാൾ. നോക്കിയപ്പം ഇതിനൊന്നും അതിന് സാധ്യമല്ലെന്ന് മനസ്സിലാക്കി ദൈവം പറഞ്ഞു, എടാ മോനെ, നിനക്ക് ഞാൻ തരാം പറ്റിയ ഒരാളെ, നല്ലവണ്ണം ഉറങ്ങാൻ പറഞ്ഞു. അവൻ ദൈവം ഒരു അനസ്തേഷ്യയൊക്കെ കൊടുത്തു. അങ്ങനെയാണ് ദൈവം അവന്റെ ഭാര്യയെ ലൂരിക്കൊണ്ടുപോയത്. ഭാര്യയെ ലൂരിയെടുത്തിട്ട് അതിൽ മണ്ണ് കുഴച്ചു തേച്ചിട്ട് വീണ്ടും ഒരു സ്ത്രീയെ ഉണ്ടാക്കി. അവനെ പോലെ ഒരാളല്ല, അവന് പറ്റിയ ഒരാളെ ഉണ്ടാക്കിയിട്ട് വീണ്ടും അവൾക്ക് ജീവൻ നൽകി. ഇവനെ പുലിക്ക് പിടിച്ചു, എഴുന്നേക്കാൻ പറഞ്ഞു. അവന് ഗാഠനിദ്രയായിരുന്നു എന്ന് പറഞ്ഞു. ദൈവം അവനൊരു ഗാഠനിദ്ര വരുത്തി. കാരണം ദൈവത്തിനറിയാം ഇതിവന്റെ ഒടുക്കത്തെ ഉറക്കമാണ്. കല്യാണം കഴിച്ചപ്പോൾ ഊണ് നടക്കല് ഉറക്കം നടക്കുന്ന സമയത്ത് അവന് നല്ലവണ്ണം ഉറങ്ങിക്കൂടാമെന്ന് പറഞ്ഞു. ഉറങ്ങി കിടക്കുമ്പോൾ അവന്റെ ഭാര്യ വീട് പോലും അറിഞ്ഞില്ല. എന്നിട്ടാണ് ദൈവം അവനെ പുലിക്ക് വിളിച്ചു. അവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ അവന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഇന്നുവരെ കണ്ടിട്ടില്ലാത്ത ഒരാള്. ദൈവമേ, ആകാശത്തിൽ പൊട്ടി വീണതാണോ ഭൂമിയിൽ നിന്ന് മുളച്ചു വന്നാണോ ഏതാനും കൊള്ളാം. അവന് നേരെ നോക്കി ഇങ്ങനെ മന്ദസ്വം നോക്കി ഇങ്ങനെ നിൽക്കുന്നതായ അവളെ കണ്ടിട്ട് അവൻ എന്നാ പറഞ്ഞു? അവളെ കണ്ടിട്ട് എന്നാ പറഞ്ഞു? സിനിമയിലായിരുന്നു അന്നേരം ഒരു പാട്ട് വന്നനെ, എന്റെ എല്ലാം എല്ലാം മല്ലി എന്നൊക്കെ ഒരു പാട്ടല്ലേ. ഇന്നാണ് ഒരു ചെറുപ്പക്കാരൻ നീ അതല്ലേ ഇതല്ലേ നീ ഇതറിയോ അതിനത് എന്തെല്ലാം ഡയലോഗുകളാണ് കാച്ചുന്നത്. ഈയിടെ ഞാൻ മസ്കറ്റിൽ പോയിരുന്നു. മസ്കറ്റിൽ പോയപ്പോ അവിടെ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടി ക്യാമ്പ് നടത്തി. അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് 2 ആഴ്ചയായിരിക്കും ചെറുക്കനും വേണം വന്നിങ്ങനെ മുന്നിലിരിക്കുക. അപ്പൊ ഇതൊക്കെ പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷമായി, നല്ലവണ്ണം കോപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചെറുപ്പക്കാരൻ അഭിമാനത്തോടെ അവിടെ തോളെ കയറി പറഞ്ഞു, അച്ഛാ ഇതെന്റെ ജീവന്റെ ജീവനും പ്രാണന്റെ പ്രാണനും എന്റെ ഈന്തപ്പന കൂമ്പുവാണെന്ന് പറഞ്ഞു. അത് ഇത്രയൊക്കെ വേണോടാ? അവിടെ ആകപ്പാടെ കൂമ്പാണ് ഒരു സാധനം, ഈന്തപ്പനയുള്ളൂ. ഇവിടെ നമുക്ക് പാലയുടെയും ചേമ്പിന്റെ ഒക്കെ കൂമ്പ് പറയാമല്ലോ. അവരത്രയും ഇഷ്ടപ്പെട്ടു പോയി അവളെ. അന്ന് അവൻ വലിയ അഭിമാനത്തോടെ പറഞ്ഞതാ, ഈന്തപ്പന കൂമ്പാന്നിരിക്കുന്നു. കൊള്ളാം. ഞാൻ അവിടെ നിന്ന് 1 മാസം കഴിയുമ്പോൾ യുഎഇക്ക് പോയി. അവിടെ ചെന്നൊരാഴ്ചപ്പോൾ ഈ ചെറുപ്പക്കാരനെ വിളിച്ചു, അച്ഛോ എന്നെ ഓർക്കണമെന്ന്. ഞാൻ പറയാം, നിന്നെ എനിക്ക് എങ്ങനെ മറക്കാൻ പറ്റൂല? എടാ നിന്റെ കൂമ്പ് അവിടെ ഉണ്ടോ അതോ ഓലയായി പോയോ? എന്റെ അച്ഛൻ ഓലയായാലും സാധനമില്ലായിരുന്നു, ആ കൂമ്പ് മണ്ട അടച്ചു പോയത്. ഇതുപോലെ പാർട്ടികളുണ്ട്. ആദ്യം കൂമ്പാണ്, അതാണ് ഇതാണ് പിണ്ടിയാണെന്നൊക്കെ പറഞ്ഞ് തുടങ്ങും. അതായത് ഇതെല്ലാം മണ്ടയടക്കും ചീക്കൻ പിടിച്ച് എല്ലാം പോവുക. അതുകൊണ്ട് അവയെ കണ്ടപ്പോ നീ എന്റെ പ്രാണനാണ് ജീവനാണ് കരളാണെന്നൊന്നും പറഞ്ഞില്ല. എന്നാ പറഞ്ഞത്? നീ എന്റെ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്നാവും. അപ്പൊ അസ്ഥിയിൽ നിന്നുള്ള അസ്ഥിയും മാംസത്തിൽ നിന്നുള്ള മാംസവും എന്ന് പറഞ്ഞാൽ നീ മറ്റൊരു ഞാനാണെന്നല്ലേ അർത്ഥം. യു ആർ അനദർ ഐ എന്നല്ലേ അർത്ഥം. നമ്മൾ ഒന്നാണെന്നല്ലേ അർത്ഥം. ഇത്രയും ആഴമായിട്ടാ അവൻ പറഞ്ഞത്. കണ്ടോ? അപ്പൊ നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാണെന്ന് പറഞ്ഞു. നീ മറ്റൊരു ഞാനാണെന്ന്, നമ്മൾ ഒന്നാണെന്ന്. മാറാടിയിൽ പോലെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോകുന്ന വഴിക്ക്, മൂവാറ്റോട് പോകുന്ന വഴിക്ക്. അവിടെ നിന്ന് 54 ക്ലാസ് എടുത്തപ്പോ ഇങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ ഒരു ചേച്ചി നേരെ ചാടി എന്നിട്ട് എന്നെ ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കി നിൽക്കുക. എന്നിട്ട് കടിച്ചു നമ്മൾ ഞാൻ അല്ല അച്ഛനോടൊക്കെ പറയാൻ കേട്ടല്ലോ. ആദം അവയെ കണ്ടപ്പോ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസമാണ്. പക്ഷെ അങ്ങനെ പറഞ്ഞു ഞങ്ങളധികം പറഞ്ഞ ചവിട്ടേന്റെ അസ്ഥി ഊരുമെന്നാണ്. ഞാൻ പറഞ്ഞു ഇപ്പൊ അതൊക്കെ കുഴപ്പമാണ്. നിങ്ങൾ ശരിക്കും അയാളെ ഇങ്ങനെ വിളിച്ചോളാം, ഞാൻ പറഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു. ഇങ്ങനെ ചില വാക്കുകളുണ്ട്. അപ്പൊ ദൈവം അവൻ പറഞ്ഞ വാക്കിന്റെ ആഴം മനസ്സിലാക്കിയിട്ടാണ് നീ മറ്റൊരു ഞാനാണ്, നമ്മൾ ഒന്നാണ് എന്ന് പറഞ്ഞാണ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. അപ്പോൾ ദൈവം പറഞ്ഞു, നോക്ക്
അവന്റെ പോക്ക് കണ്ടല്ലോ, അവൻ അപ്പനെയും വേണ്ട അമ്മയും വേണ്ട, അവളെ കെട്ടിക്കഴിഞ്ഞപ്പോ അവള് മതി, അങ്ങനെ കൊണ്ടുപോയി. ഇത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? അതുകൊണ്ട് ദൈവം സംയോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപെടുത്തരുതെന്ന് പറഞ്ഞു. ഇന്ന് ദൈവമാണോ സംയോജിപ്പിക്കുന്ന ഇന്നത്തെ പ്രശ്നം. ഇന്നിപ്പോ കല്യാണങ്ങൾ അടിപൊളിയാണ്, സൂപ്പർ കല്യാണങ്ങളാണ്. ഞങ്ങളുടെയൊക്കെ നാട്ടിൽ നടക്കുന്ന കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ നല്ല പറയാൻ പറ്റില്ല, അതുപോലെ പരിപാടികളാണ് നടക്കുന്നത്. മിനിമം 3 തിരുമേനിമാരും ചണ്ടകൊട്ട് മസ്റ്റായിപ്പോ. ചണ്ടകൊട്ടില്ലാത്ത കല്യാണം പറഞ്ഞാൽ എല്ലാവരും പുറത്തുനിന്ന് വരുന്ന പിള്ളേരല്ലേ, ഇപ്പൊ ശിങ്കാരി മേളം വേണം, അതല്ലേ ആണ് ഇപ്പൊ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്. അതില്ലാത്തൊരു പരിപാടിയില്ല. ഞങ്ങളുടെ പള്ളിയിലൊക്കെ ബാൻ ചെയ്ത് തുടങ്ങി, അത് വേണ്ട. ഈയിടെ അമേരിക്കൻ ഒരു പയ്യൻ വന്നിരിക്കുക, അവന് 3ാമത്തെ വയസ്സ് അമേരിക്കയ്ക്ക് പോയതാ. അവിടെ ചെന്ന് പഠിച്ച് മിടുക്കനായിട്ട് ഒരു ഡോക്ടറൊക്കെ ആയി. അവൻ നാട്ടിൽ വന്നിട്ട് ഒരു ഡോക്ടറെ തന്നെ കല്യാണം കഴിക്കും. പെണ്ണിന് ഷെയർ കൊടുത്തത് 2 കോടി രൂപയാണ്. 350 പവനും ഒരു ഹോണ്ട കാറും. കല്യാണത്തിന് 7 തിരുമേനിമാരുണ്ടായിരുന്നു, 24 അച്ഛന്മാരും VIP-മാരും. ചെണ്ണും ചെറുക്കാൻ നടന്നു വരുന്ന വഴി മുഴുവൻ റെഡ് കാർപ്പറ്റ് വിരിച്ചിരിക്കുക. പള്ളിയും പരിസരവും മൊത്തം പൂക്കൾ കൊണ്ടും ബലൂൺ കൊണ്ടും അലങ്കരിച്ചിരിക്കുകയാണ്. പെണ്ണിട്ടുകൊണ്ട് വന്നത് അമേരിക്ക ഡിസൈൻ ചെയ്ത വൈറ്റ് ഗൗൺ. അതിനറ്റ ഇങ്ങനെ പൊക്കി പിടിക്കാൻ വേറെ 4 പെണ്ണുങ്ങൾ പറയും. അവിടെ കഴുത്തേ കിടന്നത് 15 ലക്ഷം രൂപ വരെയുള്ള ഡയമണ്ട് നെക്ലൈസ്. ചിങ്കാരി മേളം. കല്യാണത്തിന് 7 ടീമായിരുന്നു വീഡിയോ പല ആംഗിളിൽ നിന്നൊക്കെ എടുക്കാൻ വേണ്ടി. കല്യാണം കഴിഞ്ഞ് കെട്ടിയിറങ്ങിയവരെ ബാൻഡ് സെറ്റ് സ്വീകരിച്ചുകൊണ്ട് ഹോളിലേക്ക് പോയി. 2 ഹോൾ ബുക്ക് ചെയ്തിരിക്കുക. ആ ഹോൾ കംപ്ലീറ്റ് ഇലുമിനേറ്റ് ചെയ്തിരിക്കുക. സ്റ്റേജൊക്കെ ഇങ്ങനെ മഞ്ഞൊക്കെ പിടിപ്പിച്ചിരിക്കുക, മഞ്ഞ് പോലെ, മഞ്ഞിനകത്തിരിക്കണമല്ലോ. 4 പേർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ടേബിൾ ഷെറ്റ്. 4 സീറ്റ് ഇട്ടിട്ടുള്ളൂ. അത് 40 പേർക്ക് കഴിക്കാവുന്ന ഭക്ഷണവും ഉണ്ട്. കല്യാണം കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗിഫ്റ്റും കൊടുത്താണ് വിട്ടത്. കൂടിയവരൊക്കെ പറഞ്ഞു അടിപൊളി കല്യാണം. ഇത്രയും സൂപ്പറായിട്ടൊരു കല്യാണം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ളൂ. എന്തു വേണം? 15 ദിവസം ഈ പെണ്ണിന് ചെറുക്കണ കേരളത്തിന്റെ പല ഭാഗത്താണ് താമസിച്ചു. 16ാം ദിവസം രാവിലെ ചെറുക്കം തിരിച്ചുപോയി. പെണ്ണിനൊരു പരീക്ഷ എഴുതണം. 2 മാസം കഴിഞ്ഞ് അവള് പോകുന്നുള്ളൂ. 17ാം ദിവസം രാവിലെ പെണ്ണും അമ്മയും കൂടെ വന്നിരിക്കും. അച്ചു ഒരു ഉപകാരം ചെയ്യാൻ പറ്റും. ഞാൻ എന്ത് ഉപകാരമാണ് അച്ചു? എങ്ങനെയെങ്കിലും ഈ ബന്ധവും ഒഴിവാക്കി തരാമെങ്കിൽ അച്ഛൻ 1000 പുണ്യം കിട്ടുമെന്ന് ഞാൻ ഞെട്ടിപ്പോകും. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ കല്യാണം അടിപൊളിയാണെന്നാണെന്ന് നാട്ടുകാരൊക്കെ പറയുന്നത് കേട്ടത്. ശരി അച്ചു, കല്യാണം അടിപൊളിയായിരുന്നു, പക്ഷെ ജീവിതം അടിപൊളിയായിപ്പോയി. 15 ദിവസം കൊണ്ട് ഞാൻ അനുഭവിക്കാനൊക്കെ അനുഭവിച്ചു കഴിഞ്ഞു. ഞങ്ങൾ ഇവിടുത്തെ പൊന്നും വേണ്ട പണവും വേണ്ട, എന്റെ കൊച്ചിന്റെ ജീവനെങ്കിലും ഇങ്ങനെ കിട്ടിയാൽ മതി എന്നാണ്. ദൈവമല്ല ഇന്ന് സംയോജിപ്പിക്കുന്നത്, ഇന്ന് മറ്റു പലരും കൂടി നടത്തുന്ന ഡ്രാമയായി മാറിയിരിക്കുക. അതുകൊണ്ടാ പൈസേ ഉള്ളൂ. 3 ദിവസമൊക്കെ നിൽക്കാന്ന് പറഞ്ഞാൽ റെക്കാർഡാ. 1 ദിവസം കഴിഞ്ഞാൽ റിക്കാർഡാ. ഇന്ന് ഈ അടുത്ത ഒരു സ്റ്റുഡിയോ നടന്നൊരു പയ്യൻ വന്നു പറഞ്ഞു, അച്ഛാ ആൽബം 75,000 രൂപ ആൽബവും വീഡിയോയും കൂടെ ഓർഡർ കിട്ടിയത്. 75,000 രൂപ ഡിജിറ്റൽ ആൽബം. ആൽബമായിട്ട് ഒരാഴ്ച കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് കാശ് എടുത്തുകൊണ്ട് പറഞ്ഞു ആൽബം മോൻ കൊണ്ടുപോകാൻ പറഞ്ഞു. കാരണം എന്താ? 4ാം ദിവസം പെണ്ണ് പോയെന്ന് പറയും. ഇനി ആൽബം വേണ്ട. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ ആയുസ്. കാരണം നമ്മുടെ സഭയുടെ പഠിപ്പിക്കലുകളോ അതടങ്ങിയിരിക്കുന്ന അർത്ഥങ്ങളോ ഒന്നും മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ഡ്രാമയ്ക്ക് വന്ന് നിൽക്കുന്ന പോലെ. ഞാൻ പിള്ളേരോട് പറയാറുണ്ട്, വിവാഹം ഒരു കൂതാശയാണ്. പെട്ടെന്നിടയ്ക്കെന്ന് പറയുന്നതേ ഉള്ളൂ. ഇത് കൂതാശയായിട്ട് കാണുന്നില്ല. ഇതിന് അടിപൊളി ചടങ്ങാക്കമായിരുന്നു. കൂതാശയാക്കണമെന്ന് ആർക്കും താല്പര്യം. നമ്മുടെ 1000 പേരെ വിളിച്ച് കല്യാണം നടത്തി. ഈ 1000 പേരെ വിളിച്ച് കല്യാണം നടത്തി. ഈ 1000 പേര് നമുക്ക് എന്നാ തരുന്നത്? നമ്മൾ കല്യാണപ്പടി അടിച്ചു വെക്കും. ഈ കോടതി ഇമേജോടെ എസ്റ്റിയുടെ പ്രസൻസ് ആൻഡ് പ്രെയർ വിത്ത് യുവർ ഫാമിലിയിലൊക്കെ അടിച്ചു വെക്കുന്നുണ്ട്. പക്ഷേ കല്യാണ സമയത്ത് 10 പിള്ളേരും പള്ളിക്ക് പുറത്താ. ഈ നാട്ടിലെ കാര്യമല്ല പറയുന്നത്, കോട്ടയത്തെ കാര്യമാണ് പറയുന്നത്, ചിങ്ങവനത്തെ കാര്യം പറയുന്നത്. നിങ്ങളാരും പരിഭവിക്കില്ലേ? എന്നാൽ കല്യാണം കഴിഞ്ഞിട്ട് എല്ലാവരും ഇടിച്ചൊരു കയറ്റുണ്ട്. ഹോളിലേക്ക് ഇറങ്ങി പോകുമ്പോൾ എല്ലാവരും ഫ്രീ ആയിട്ടൊരു സാധനം തരും. ഓൾ ദ ബെസ്റ്റ്, പൊക്കോട്ടെ, ഉണ്ടായിരുന്നു കേട്ടോ, സന്തോഷം. എന്നാ കാര്യം? ഇതാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വിശുദ്ധിയോടൊരു വിവാഹം എന്ന കൂതാശ സ്വീകരിച്ചൊരു കുടുംബജീവിതത്തിൽ പ്രവേശിക്കുവാനല്ല ഇന്ന് ആളുകളൊക്കെ ധാരണ. ഇന്ന് കുറെ പണമുണ്ടെങ്കിൽ എല്ലാം നേടാവുന്ന പണമുള്ളവരെ ഒത്തിരി ഞാൻ കണ്ടിട്ടുണ്ട്. പല ചെറുപ്പക്കാരും പറഞ്ഞിട്ടുണ്ട്, അച്ചു ഞങ്ങളൊക്കെ വിചാരിച്ചിരുന്ന പണമുണ്ടെങ്കിൽ എല്ലാം നേടാമെന്ന. പക്ഷെ ഇപ്പം മനസ്സിലായി പണം കൊടുത്താൽ കിട്ടാതെ പലതും ജീവിതത്തിൽ ഉണ്ടെന്ന്. ഞാൻ പണം കൊടുത്താൽ അപ്പനെ അമ്മയും പോലും കിട്ടിയല്ലേ പണം കൊടുത്താൽ. അവര് പറയാ, അച്ചു പണം കൊടുത്താൽ സന്തോഷം കിട്ടും, പക്ഷെ സമാധാനം കിട്ടൂ. പണം കൊടുത്താൽ വലിയ കൊട്ടാരങ്ങളെ കെട്ടിടം ഉണ്ടാക്കാം, പക്ഷെ കുടുംബം ഉണ്ടാക്കാൻ പറ്റൂ. പണം കൊടുത്താൽ വിജ്ഞാന കോശങ്ങൾ വാങ്ങാൻ, അറിവ് വാങ്ങാൻ കിട്ടൂ. പണം കൊടുത്താൽ നമുക്ക് വാട്സാപ്പ് വിളിക്കണം, ടൈം വാങ്ങാൻ കിട്ടൂ. പണം കൊടുത്താൽ 1-ാം തരം മെത്ത വാങ്ങാൻ, ഉറക്കം വാങ്ങാൻ കിട്ടൂ. ഇതാണ് ഇന്നത്തെ പ്രശ്നം. അവർക്ക് മനസ്സിലായി.
അപ്പൊ വിവാഹത്തിലേക്ക് നയിക്കുമ്പോൾ തന്നെ മാനദണ്ഡങ്ങൾ നോക്കിയേ.